സ്വിറ്റ്സർലൻഡിൽ ചോക്ലേറ്റ്സ് പോലെ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു സംഭവമുണ്ട്, ചീസ്. അതിൽ തന്നെ ഗ്രൂയർ ചീസാണ് സ്വിസ്സിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ചീസിലൊന്ന്. അപ്പോൾ എല്ലാവർക്കും ജനറ്റിക് ട്രാവലേഴ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് സ്വിറ്റ്സർലൻഡിലെ ഒരു ചീസ് ഫാക്ടറിയിലേക്കാണ്. ഗ്രuyère എന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രuyère ചീസ് ഫാക്ടറിയിലേക്ക്. അതിനു മുന്നേ ട്രാവൽ വീഡിയോസ് ഇഷ്ടമുള്ള എല്ലാവരും കൂടുതൽ കണ്ടന്റിനായി മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഹോം ഓഫ് ഗ്രuyère എന്നർത്ഥമുള്ള ല മെയ്സൺ ഡു ഗ്രuyère ഒരു ചീസ് ഫാക്ടറിയും ഷോ ഡയറിയുമാണ്. ഗ്രuyères എന്നാൽ സ്വിറ്റ്സർലൻഡിലെ ഫ്രീബർഗ് കാന്റണിലെ ഗ്രuyère എന്ന ജില്ലയിലെ ഒരു സ്ഥലമാണ്. 1969 ല മെയ്സൺ ഡു ഗ്രuyère എന്ന ഈ ഷോ ഡയറി ഓപ്പൺ ചെയ്തത്. ഇവിടുത്തെ വിസിറ്റിംഗ് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6:30 വരെയാണ്. ഗ്രuyères ഗ്രാമത്തിലെ റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്താണ് ഈ ഫാക്ടറി ഉള്ളത്. ഏകദേശം ഒരു 10 മിനിറ്റ് ദൂരമേ ഉള്ളൂ നടക്കാൻ. ഇനി ഗ്രuyère ചീസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിന്റെ സ്വാദ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സ്വീറ്റും കുറച്ച് സോൾട്ടിയും ആയിട്ടുള്ള ഒരു ആൽപൈൻ ചീസാണ് ഈ ഗ്രuyère ചീസ്. ഗ്രuyère ചീസ് ഫാക്ടറിയിലെ ഈ ഇന്ററാക്റ്റീവ് എക്സിബിഷനെ ഇവർ പറയുന്നത് സെൻസുകളുടെ ഹൃദയത്തിലൂടെയുള്ള ഒരു യാത്ര എന്നാണ്. ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡൾട്ട്സിന് 7 സ്വിസ് ഫ്രാങ്ക് ആണ്. അതുപോലെ തന്നെ പല വിധത്തിലുള്ള കോംബോ ടിക്കറ്റ്സും ഇവിടെ അവൈലബിൾ ആണ്. മാത്രമല്ല സ്വിസ് പാസ് കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഈ സ്ഥലവും ഫ്രീ ആയിട്ട് കാണാവുന്നതാണ്. നമുക്ക് ഫാക്ടറിയുടെ ഉള്ളിലേക്ക് പോകാം. ടിക്കറ്റ് കൗണ്ടർ ഏരിയയിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ട്. ഈ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് നമുക്ക് ഒരു ഹെഡ്സെറ്റും അതുപോലെ തന്നെ ചീസിന്റെ കുറച്ച് സാമ്പിളും ലഭിക്കും. ഈ സാമ്പിൾ നമുക്ക് ടേസ്റ്റിങ്ങിന് വേണ്ടി അവർ തരുന്നതാണ്. ഈ ഹെഡ്സെറ്റിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് പല ലാംഗ്വേജും സെറ്റ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ഇംഗ്ലീഷ് സെറ്റ് ചെയ്ത് നമുക്ക് ഒരു വിർച്വൽ ഓഡിയോ ഗൈഡ് പോലെയാണ് നമ്മൾ ഈ ഹെഡ്സെറ്റ് യൂസ് ചെയ്യുന്നത്. ഈ ക്യൂവിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ക്യൂ പോകുന്നത് ചീസ് മെച്യൂറിങ്ങിന് വെക്കുന്ന ഏരിയയിലൂടെയാണ്. ഈ കാണുന്നതൊക്കെ മെച്യൂർ ആകാൻ വെച്ചേക്കുന്ന ചീസാണ്. ഗ്രuyère AOP എന്ന ഫേമസ് ചീസാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ചീസ് പ്രൊഡക്ഷൻ കാണുന്നതിന് മുന്നേ നമ്മൾ പോകുന്നത് ഇവരുടെ ചീസ് ഉൽപ്പാദനത്തോട് ബന്ധമുള്ള എല്ലാ സാധനങ്ങളുടെയും സൗണ്ടും സ്മെല്ലും ടച്ചും എന്നിവയെല്ലാം ഫീൽ ചെയ്തുകൊണ്ടാണ്. എൻട്രൻസിൽ തന്നെ നമുക്ക് പല പല തരത്തിലുള്ള സൗണ്ടുകൾ കേൾക്കാൻ പറ്റും. വെള്ളം ഒഴുകുന്നതും പശുവിൻ്റെ കഴുത്തിൽ കെട്ടിയിരിക്കുന്ന മണിയുടെ ശബ്ദവും അതുപോലെ തന്നെ ഒരു പാൽത്തുള്ളി വീഴുന്ന ശബ്ദവും അങ്ങനെ പല പല ശബ്ദങ്ങൾ നമുക്ക് ഈ കോറിഡോറിലൂടെ നടക്കുമ്പോൾ കേൾക്കാൻ പറ്റും. ഇത് കഴിഞ്ഞുള്ള അടുത്ത ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്വിസ് മലകളിലുള്ള ചെടികളുടെയും പൂക്കളുടെയും ഒക്കെ സ്മെല്ലുകൾ ആസ്വദിച്ചുകൊണ്ടാണ്. ഇങ്ങനെയുള്ളൊരു പ്രത്യേകതരം എക്സിബിഷനാണ് ഇവിടെയുള്ളത്. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നതാണ് ചീസ് പ്രൊഡക്ഷൻ ഏരിയയിലേക്ക്. ഈ കാണുന്നതാണ് ചീസ് പ്രൊഡക്ഷൻ. ഈ ചീസ് പ്രൊഡക്ഷൻ ഗാലറിയിൽ നിന്നും രാവിലെ 2 മുതൽ 4 തവണ വരെ ചീസ് പ്രൊഡക്ഷൻ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇതിനുശേഷം നമ്മൾ പോകുന്നത് ഈ ചീസ് മേക്കിങ്ങിന്റെ പല പല പ്രോസസ്സുകളിൽ കൂടിയാണ്. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു ഗിഫ്റ്റ് ഷോപ്പാണ്. ഇവിടെ നമുക്ക് പല ചീസ് വെറൈറ്റികളും അതുപോലെ തന്നെ ഗിഫ്റ്റ് ഐറ്റംസും ഒക്കെ വാങ്ങാൻ പറ്റും. ഈ ചീസ് ഫാക്ടറി വിസിറ്റിന് ഏകദേശം ഒരു 45 മിനിറ്റേ എടുക്കുകയുള്ളൂ. ഒരു 45 മിനിറ്റ് കൊണ്ട് നമുക്കിത് മൊത്തം കണ്ടു തീർക്കാൻ പറ്റും. അതിനുശേഷം ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റെസ്റ്റോറൻറ്റിൽ പോയി സ്വിറ്റ്സർലൻഡിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഡിഷ് ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ചീസിൻ്റെ തന്നെ ഒരു ഡിഷ്. സ്വിസ് ഫോണ്ടു എന്നാണ് ഇതിനെ പറയപ്പെടുന്നത്. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെഡ് പീസസ് തിളക്കുന്ന ചീസിൽ മുക്കി കഴിക്കുന്ന ഒരു സംഭവമാണ് ഈ ഡിഷ്. സംഭവം കിടിലനാണേലും ഇത്രയും ക്വാണ്ടിറ്റി ഒന്നും നമുക്ക് കഴിക്കാൻ പറ്റില്ല. സൈഡായിട്ടൊരു നോൺ വെജ് സാലഡൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് ഇതൊക്കെ കഴിക്കാൻ പറ്റത്തുള്ളൂ. ഇതോടെ നമ്മളുടെ ചീസ് ഫാക്ടറി വിസിറ്റ് അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ മറ്റൊരു സ്ഥലമായി കാണുന്നത് വരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.